ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അധികമായി 120 കോടി രൂപ നൽകി. പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു. സാധ്യമായ ഇടപെടൽ നടത്തുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഉറപ്പു നൽകി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ജെ.പി. നദ്ദയുമായി സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്തെല്ലാമാണ്? നിരുമ, ആശാപ്രവർത്തകരുടെ സമരവും അതുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ വിഷയത്തിൽ സാധ്യമായ ഇടപെടലെല്ലാം നടത്തും എന്നുള്ളത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ചില വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒന്ന്, ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചു. തികഞ്ഞ പരാജയമാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. ആശാ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് കേരളത്തിന് ഇതിനോടകം തന്നെ അധികമായി 120 കോടി രൂപ നൽകിയിട്ടുണ്ട്. പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനും കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കുന്നതിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് നൽകാൻ സാധിക്കുന്ന സാമ്പത്തിക സഹായം സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വിഷയം കൈകാര്യം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആ വിഷയത്തിൽ വലിയ വീഴ്ച സംസ്ഥാന സർക്കാരിന് സംഭവിച്ചു എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ഇന്ന് NHMന്റെ അതായത് ആരോഗ്യ ദൗത്യ മിഷന്റെ നേതൃത്വത്തിലുള്ള ഒരു യോഗത്തിലും ജെ.പി. നദ്ദ പങ്കെടുത്തിരുന്നു ഡൽഹിയിൽ. അതിൽ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ താഴെ തട്ടിലുള്ള സൈനികരാണ് ആശാ പ്രവർത്തകർ. അവരുടെ പ്രവർത്തനത്തെ എത്ര പ്രശംസിച്ചാലും ആശാവർക്കർമാരുടെ സമരം നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ.